ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാർമായിഷ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം നവജീവൻ ഹോസ്പിറ്റലിലെ നാച്ചുറോപ്പതി ഡോക്ടർ നിസാമുദ്ദീൻ ആണ്. ഡോക്ടറെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, കേരളത്തിൽ ഇപ്പോൾ പല ജില്ലകളിൽ കടുത്ത ചൂടും ഉയർന്ന അൾട്രാ വയലറ്റ് റേസുമാണ് അനുഭവപ്പെടുന്നത്. ഈ വേനൽക്കാലം നമ്മുടെ ശരീരത്തെ പ്രതിരോധത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പിത്തത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ചൂട് എന്ന് പറയുന്നത് ഇന്ന് അസാധ്യമായ ഒരു ചൂടാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ താരതമ്യേന ചൂട് കുറവാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ചൂടുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മാറി വന്ന കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയിലുണ്ടാകുന്ന ചില സവിശേഷമായ സാഹചര്യങ്ങളൊക്കെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയിലും ജീവിത രീതിയിലുമൊക്കെ കാര്യമായൊരു മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്ക് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഒന്ന്, പരുത്തി വസ്ത്രങ്ങൾ, വൈറ്റ് നിറത്തിലുള്ള അഥവാ വെള്ള നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക. അതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഒരു 15-16 ഗ്ലാസ് വെള്ളം ഒരു ദിവസം നിർബന്ധമായിട്ട് കുടിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ തണൽ പ്രദേശങ്ങളിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോൺക്രീറ്റ് കാടുകളായിട്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ചൂട് വർദ്ധിപ്പിക്കുന്നതിന് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു പ്രധാന ഘടകമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എ സിയുടെ അമിതമായ ഉപയോഗം അതും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് ഒരു പ്രധാന കാരണമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇതൊന്നും നമുക്ക് തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു പഴയ പരമ്പരാഗതമായൊരു മാർഗത്തിലേക്ക് കൊണ്ടുപോവുക പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ചില പ്രതിവിധികൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഈ ചൂട് കുറയ്ക്കാൻ ഏറ്റവും ഫലപ്രദമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സൂര്യാഘാതം, പെട്ടെന്നുണ്ടാവുന്ന തളർച്ച എന്നിവ ഒഴിവാക്കാൻ നമ്മൾ ആയുർവേദത്തിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 2 മണി വരെയുള്ള അമിതമായ ചൂട് അല്ലെങ്കിൽ ആ വെയിൽ ഏൽക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ഏൽക്കുന്നത് സൂര്യാഘാതത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ് എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ പുറത്തിറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കാൽനട യാത്രക്കാരാണെങ്കിൽ കുട പോലെയുള്ളത് ഉപയോഗിക്കാൻ നമ്മൾ ശീലിക്കണം. രണ്ടാമതെന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് ഉച്ചയ്ക്ക് ഒരു 2-2:30 മണി വരെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. അത് തന്നെ ശുദ്ധ പച്ചവെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത്. നമ്മൾ വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ കലക്ക് വെള്ളവും അതോടൊപ്പം തന്നെ കമ്പനിയുടെ കൂൾ ഡ്രിങ്ക്സ് പോലെയുള്ള അതല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയുള്ള സാധനങ്ങളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ ശീലിക്കുന്നത്. അതിൽ അമിതമായ അളവിൽ പഞ്ചസാരയുടെ ഉപയോഗം ശരിക്കും നമ്മുടെ ശരീരത്തിലെ നിർലീചീകരണത്തിന് കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം പോലും നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ശുദ്ധ പച്ചവെള്ളം കുടിക്കാൻ നമ്മൾ ശീലിക്കണം. രാവിലെ 10 മണി മുതൽ 2-2:30 മണി വരെ അമിതമായ വെയിൽ കൊള്ളാതിരിക്കാൻ ശീലിക്കണം. ഇനി വെയിലത്ത് പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരമാവധി അത്തരം സമയങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് മറ്റ് സമയങ്ങളിൽ അതായത് വൈകുന്നേരങ്ങളിലും രാവിലെയും കൂടുതൽ സമയം എടുത്തുകൊണ്ട് ഉച്ചത്തെ ഈ സമയം പരമാവധി വെയിൽ കൊള്ളാതിരിക്കാൻ നമ്മൾ ശീലിക്കണം എന്നതാണ്. ചൂടുകാലത്ത് എല്ലാവരും ഫ്രിഡ്ജിലെ വെള്ളമാണല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കത് എന്തെങ്കിലും ദോഷകരമായിട്ട് ബാധിക്കുകയും? തീർച്ചയായിട്ടും ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഫ്രിഡ്ജിലെ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ മാത്രമേ തണുപ്പുള്ളൂ. ഉള്ളിലേക്ക് എത്തുമ്പോൾ അത് ചൂടായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. കാരണം തണുപ്പ് ശരീരത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ശരീരം അതിനെ ചൂടാക്കാനുള്ള പ്രക്രിയ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ചൂട് അധികരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ജലദോഷം, തുമ്മൽ പോലെയുള്ള കഫസംബന്ധമായ പ്രശ്നങ്ങളുടെ ആധിക്യം വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഐസിട്ട വെള്ളവും അതോടൊപ്പം തന്നെ ഫ്രിഡ്ജിൽ വെച്ച വെള്ളവും നമ്മൾ ഒഴിവാക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്. ആരോഗ്യത്തിന് ഏറ്റവും ഹിതകരമായത് എന്നുള്ളത് ശുദ്ധ പച്ചവെള്ളം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ധാരാളം പഴച്ചാറുകൾ അഥവാ ജ്യൂസുകൾ നമ്മൾ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ജ്യൂസുകൾ കുടിക്കുമ്പോഴും നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പഞ്ചസാര എന്ന് പറയുന്നത് ഈ ചൂട് സമയത്ത് കലോറി കൂടിയ സാധനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കലോറി അമിതമായ അളവിൽ വരുന്നത് ശരീരത്തിന് ദോഷകരമായാണ് ബാധിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. സർ പറഞ്ഞ പോലെ ഇപ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ കൂടുതലാണല്ലോ നമ്മൾ ക്ലൈമറ്റ്. ഈ സമയത്തൊക്കെ എന്ത് തരം ഫുഡാണ് നമ്മൾ കൂടുതലും രുചികരമായ ഫുഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ ഉപയോഗിക്കാൻ പാടില്ല അതൊന്ന്? അത് അതും ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ചോദ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഒരേ നിലയിലുള്ള ഭക്ഷണ രീതിയാണ് സ്വീകരിക്കുന്നത്. മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ ഒരേ രീതിയിലുള്ള ഭക്ഷണ ശൈലിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് വറുത്തതും പൊരിച്ചതും ഇറച്ചിയും മീനും ഇല്ലാത്ത ഒരു ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇത് ശരീരത്തിന് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇറച്ചിയും മീനും കഴിക്കേണ്ട കാലം എന്ന് പറയുന്നത് കൂടുതലായി ഇറച്ചിയും മീനും കഴിക്കേണ്ട കാലം മഴക്കാലവും തണുപ്പുള്ള കാലത്തുമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതുകൊണ്ടാണ് തണുത്ത പ്രദേശത്തുള്ള ആളുകളാണ് മാംസാഹാരവും മത്സ്യവും പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതലായി കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക എന്നതാണ്. കഴിവതും രാവിലത്തെ 2 നേരത്തെ ഭക്ഷണം പഴങ്ങളാക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ജ്യൂസ് ഐറ്റംസ്, പഞ്ചസാര ചേർക്കാത്ത ജ്യൂസ് ഐറ്റംസ് നമ്മൾ ധാരാളം കഴിക്കുക. പ്രത്യേകിച്ച് തണ്ണിമത്തൻ, വാഴപ്പഴം, ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ നിർബന്ധമായി നമ്മൾ ഉൾപ്പെടുത്തണം. വാഴപ്പഴത്തിൽ തന്നെ നേന്ത്രക്കായ അഥവാ നേന്ത്രപ്പഴം നമ്മൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വേവിച്ച ഭക്ഷണങ്ങളുടെ അളവ് നമ്മൾ കുറയ്ക്കുക. ഇനി അഥവാ വേവിച്ച ഭക്ഷണം കഴിക്കുന്നെങ്കിൽ തന്നെ തവിടുള്ള ധാന്യങ്ങൾ, ചമ്പാവരി, ബ്രൗൺ റൈസ് പോലെയുള്ള ധാന്യാഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. അത് തന്നെ ഉച്ചയ്ക്ക് കഴിക്കുക. രാവിലെ വൈകിട്ടും ജ്യൂസും ഫ്രൂട്ട്സും സലാഡുകളുമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇറച്ചിയും മീനുമൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഉച്ച സമയത്ത് ഇറച്ചിയും മീനും പരമാവധി നമ്മൾ ഒഴിവാക്കുക. മുട്ട, ഇറച്ചി, മീൻ, പാലുൽപ്പന്നങ്ങൾ, എന്നാൽ തൈരും മോരുമൊക്കെ അത്യാവശ്യം കഴിക്കാം. നെയ്യ് പോലെയുള്ളതൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. വാസ്തവത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉച്ചയ്ക്ക് നല്ല രീതിയിൽ ബിരിയാണി കഴിക്കുന്നുണ്ട്, രാത്രിയിൽ അൽഫാമും കൂട്ടിയിട്ട് രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇത് ശരീരത്തിന് ദോഷകരമാണ്. അതോടൊപ്പം തന്നെ ചൂട് അധികരിക്കണം. പ്രത്യേകിച്ച് കോഴിയിറച്ചി എന്ന് പറയുന്നത് അതിൻ്റെ സ്വഭാവം തന്നെ ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ശരീരത്തിന് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും AC ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ ഐസ് വെള്ളവും നമ്മൾ ഉപയോഗിക്കും. AC ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാത്രിയിൽ നിർബന്ധമായിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ, രാത്രിയിൽ കിടന്നുറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുന്നേറ്റ് ശുദ്ധ പച്ചവെള്ളം ഒരു 2-3 ഗ്ലാസ് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ കാര്യമായ പ്രശ്നമൊന്നുമില്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയാൾ മരിച്ചു കിടക്കുന്നതായിട്ട് കാണാൻ കഴിയും. അത് പല വ്യാപകമായി ഈ ചൂട് സമയത്ത് കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ട് അറ്റാക്ക് പോലെയുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇവരിൽ തന്നെ ചില ആളുകൾക്ക് ഇതുപോലെ AC സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾ സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് AC-യിൽ ഉറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഒരു 2-3 ഗ്ലാസ് വെള്ളം നിർബന്ധമായിട്ട്, അത് ശുദ്ധ പച്ചവെള്ളം നിർബന്ധമായിട്ട് കുടിച്ചിട്ട് കിടക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പിന്നെ കുട്ടികളിലും മുതിർന്നവരിലും ഇപ്പം ഒരുപാട് ഈ വേനൽക്കാലം ആയതുകൊണ്ട് ക്ഷീണം ഒരുപാട് കാണുന്നുണ്ട് അവരുടെ ഇതിൽ. അപ്പം നമുക്ക് പാരൻസ് ആയാലും അവരുടെ മുതിർന്ന ആൾക്കാരും അതിനുവേണ്ടി ഡീഹൈഡ്രേഷൻ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കുക? അതിൽ ഒന്ന് എന്ന് പറയുന്നത് മോര് വെള്ളം നന്നായിട്ട് കുടിക്കുക. മോര് എന്ന് പറയുന്നത് ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്ന ഒരു സാധനമാണ്. തണ്ണിമത്തൻ ധാരാളം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മണി മുതൽ 2:30 മണി വരെയുള്ള സമയം കുട്ടികളും അതോടൊപ്പം തന്നെ പ്രായമുള്ള ആളുകളും പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. മരത്തണലിലോ അതോടൊപ്പം തന്നെ വീട്ടിൻ്റെ അടുത്താണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ വിശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, ഇടയ്ക്കൊന്ന് തോർത്ത് നനച്ച് തുടച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും നമുക്ക് കുളിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊന്ന് തോർത്ത് നനച്ച് ദേഹമാസകലം ഒന്ന് തുടച്ചു കൊടുക്കുകയോ കാല് പച്ചവെള്ളം കൊണ്ട് കഴുകുകയോ ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ കാലൊന്ന് നനച്ചു കൊടുക്കുന്നതൊക്കെ ജലനഷ്ടം കുറയ്ക്കുവാൻ നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഈ ചൂടുകാലത്ത് നമ്മൾ കുളിക്കുമ്പോഴേ ചന്ദന, രാമച്ചം ഇതൊക്കെ ചേർക്കുമ്പോഴുള്ള നമുക്കുള്ള ഉപകാരം, ഉപയോഗം എന്തൊക്കെയാണ് വരുന്നത്? രാമച്ചത്തിനും ചന്ദനത്തിലും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായമായ സാധനമായിട്ട് ചില കണ്ടൻറ്റുകൾ. അപ്പോൾ അത് നമ്മൾ കുളിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും, ഒരു തണുപ്പ് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഫീൽ ചെയ്യും. അപ്പോൾ അത് സ്ഥിരമായിട്ട് നമ്മൾ ഈ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നിലനിർത്തുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ അത് സഹായകരമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ വേനൽക്കാലത്ത് ഒരു 11 മണിക്ക് ശേഷം കുളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. വീട്ടിൽ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ജോലിക്ക് പോകുന്ന ആളുകൾ നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ വീട്ടിലുള്ള ആളുകൾ ഒരു 11 മണിക്ക് ശേഷം കുളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുളിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതും കുറച്ച് നല്ലതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇപ്പോൾ ഈ ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ആയുർവേദ പാനീയങ്ങൾ എന്തൊക്കെയായിരിക്കും? അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തണ്ണിമത്തൻ നല്ലൊരു പാനീയമാണ്. അതോടൊപ്പം തന്നെ പഞ്ചസാര ഇടാത്ത നാരങ്ങ, പഞ്ചസാരയും അതോടൊപ്പം തന്നെ ഈ ഉപ്പൊന്നും ചേർക്കാത്ത നാരങ്ങ കുറച്ച് ലൂസാക്കിയിട്ട് കഴിക്കണമെന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ നാരങ്ങയുടെ അളവ് കുറച്ചിട്ട് കുറച്ച് ലൂസായിട്ട് ഉപയോഗിക്കുന്നതും നല്ലതാണ്. മോര് വെള്ളം വളരെ ഫലപ്രദമാണ്. മോരിൻ്റെ വെള്ളം വളരെ നല്ലതാണ്.
അതോടൊപ്പം തന്നെ തൈര് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതൊക്കെ നല്ലതാണ്. ഇത് കൂടാതെ തന്നെ വാഴപ്പഴം ജ്യൂസ് കഴിക്കുന്നതും ഈത്തപ്പഴത്തിൻ്റെ ജ്യൂസ് കഴിക്കുന്നതുമൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ജലാംശം നഷ്ടപ്പെടാതിരിക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് എന്ന് മനസ്സിലാക്കി. ക്യാരറ്റ്, കുക്കുംബർ ജ്യൂസ്, അത് പറയാൻ മറന്നുപോയതാണ്. കുക്കുംബർ ജ്യൂസ് വളരെ ഫലപ്രദമായൊരു സാധനമാണ്. മഗ്നീഷ്യമാണ് അതിനകത്ത് കൂടുതലുള്ളത്. ചൂടുകാലത്ത് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ ഏറ്റവും ഫലപ്രദമായൊരു സാധനമാണ് കുക്കുംബർ എന്ന് പറയും. ഈ ചൂട് കാലത്ത് കുളിക്കുമ്പോഴേ ചെറു ചൂടുവെള്ളമാണോ ബെറ്റർ? ഐ മീൻ നമ്മളിപ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണോ ഏറ്റവും ഫലപ്രദം? ഏതാണ്? പച്ചവെള്ളത്തിൽ കുടിക്കുന്നതും പച്ചവെള്ളം കുളിക്കുന്നതുമാണ് ഏറ്റവും ഫലപ്രദം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ചെറിയ ചെടിയിൽ തിളപ്പിച്ചാറിയ വെള്ളം സ്ഥിരമായി ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി എന്തായി പോകും? വാടി കരിഞ്ഞു പോകൂലേ? തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഫിഷിനെ വളർത്തിയാലോ, നമ്മുടെ വീട്ടിലെ വളർത്തുന്ന അലങ്കാര മത്സ്യങ്ങൾ വളർത്തിയാലോ? ഇത് തന്നെയാണല്ലോ മനുഷ്യന് സംഭവിക്കുന്നത്. അതുകൊണ്ട് ശുദ്ധ പച്ചവെള്ളമാണ് മനുഷ്യനെ ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത്. പച്ചവെള്ളം കുടിക്കാനും പച്ചവെള്ളത്തിൽ കുളിക്കാനും നമ്മൾ ശീലിക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ തലയിൽ തേക്കാൻ എന്ത് എണ്ണ ഉപയോഗിച്ചാലാണ് അതിനൊരു നമുക്ക് റിസൾട്ട് വരുന്നത് നന്നായിട്ട്? ശരിക്കും എണ്ണ തേക്കുന്നത് ഒരു സുഖകരമല്ലാത്തൊരു രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് എണ്ണയുടെ ആവശ്യമില്ല. ഇനി സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകൾ അത്തരം എണ്ണകൾ തന്നെ ഉപയോഗിക്കുന്നു. മാറി ഉപയോഗിക്കാതെ അത്തരം എണ്ണകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്ന് പറയുന്നത്, ഏറ്റവും ഫലപ്രദം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അളവിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. മറ്റ് എണ്ണകളെക്കാളൊക്കെ വെളിച്ചെണ്ണയും നല്ലെണ്ണയും ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാച്ചിയ വെളിച്ചെണ്ണ വേനൽക്കാലത്ത് പരമാവധി ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗർഭിണികളുണ്ടല്ലോ, അവർ ഈ വേനൽക്കാലത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? മെയിൻ അവരുടെ ഭക്ഷണ രീതി ആയാലും അവരുടെ ഡെയിലി റൊട്ടീൻ എങ്ങനെയായിരിക്കണം? അതിലൊന്ന്, ധാരാളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം അവർ കുടിക്കണം. ഒരു 10-12 ഗ്ലാസ് വെള്ളം ഗർഭമായ ശുദ്ധമായ പച്ചവെള്ളം അവർ കുടിക്കണം. പരുത്തി വസ്ത്രങ്ങൾ, അതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വെള്ള പരുത്തി വസ്ത്രങ്ങൾ ധരിക്കാനും ലൂസായ വസ്ത്രങ്ങൾ ധരിക്കാനും അവർ ശീലിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ രാവിലത്തെ ഒരു 7 മണിക്കൊക്കെ ഉള്ള ഇളം വെയിലും വൈകിട്ട് 4 മണിക്ക് ശേഷമുള്ള ഇളം വെയിൽ അവർ കൊള്ളുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ കാറ്റ് അഥവാ എയർ സർക്കുലേഷനുള്ള സ്ഥലത്ത് വിശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പഴങ്ങൾ ധാരാളം അവർ കഴിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജ്യൂസ് ഐറ്റംസ് ഉള്ള വൈറ്റമിൻ സി അടങ്ങുന്ന ഭക്ഷണ സാധനങ്ങൾ ധാരാളം അവർ കഴിക്കണം. ഓറഞ്ച്, മുസമ്പി, നാരങ്ങ പോലെയുള്ളത് ധാരാളം അവരുടെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം. കോഴിയിറച്ചി, പ്രത്യേകിച്ചും ബ്രോയിലർ കോഴിയിറച്ചി പൂർണ്ണമായി വർജിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് ശീലിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ സർ, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.